കുറേ ദിവസമായില്ലേ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ കണ്ടിട്ട്. അപ്പം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. കടലയും കൊണ്ട് ഈ ഉപ്പേരി ഉണ്ടാക്കിയതാണ് ഈ കുട്ടി അമ്മുട്ടിക്കൊക്കെ ചോറ് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ ചീന്തി ഇങ്ങനെ മുറിച്ചിട്ടാലും നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ തേങ്ങ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ വെച്ചു. ഇത് നല്ല ചൂടുള്ള കഞ്ഞിക്കും ചോറ് കൊണ്ടുപോകാനും ചായക്കും നല്ല രസമാണ് കേട്ടോ. ഇതായി ഇപ്പോൾ എത്ര നേരം അമ്മ ഉണ്ടായിരുന്നു. അമ്മ ചായ വെച്ച് കഴിഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയിട്ടാ. 4-5 ദിവസം മക്കൾക്ക് ലീവ് കിട്ടിയതും കൊണ്ടേ രാവിലെ നീക്കാൻ കുട്ടികളെക്കാട്ടിലും മടി അമ്മമാർക്കാണ്. ഞാൻ പറയട്ടോ, ഞാൻ 4:20 നീച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. നമ്മളത് ചെയ്തിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അയ്യോ, അപ്പോൾ പണിയെടുക്കാനില്ലേ, മെല്ലെ കഴിയട്ടെ, മെല്ലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന്. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ ചോദിക്കാനും നമ്മൾ ഈ വീഡിയോ വരുമ്പോഴേക്കും ഉച്ചയില്ലേ ചായ കുടിക്കാതെ സമയത്ത് ചായ കുടിച്ചോ. ഇത് നമ്മൾ ചായ വയ്ക്കുമ്പോൾ അമ്മ ചായ വയ്ക്കുമ്പോൾ ഇഞ്ചി ചതച്ചിടും. ഞാൻ ഇടാറില്ല കേട്ടോ. ഇഞ്ചിയോ ഒരു കഷ്ണം ഏലക്കായൊക്കെ പൊടിച്ചിട്ടിട്ടില്ലേ ചായ വെച്ച് കഴിഞ്ഞാൽ ആ ചായക്ക് നല്ല ടേസ്റ്റ് അല്ലേ? ഏട്ടന് ഇഷ്ടമല്ലേ അങ്ങനെ? കിച്ചൂട്ടൻ നീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 7:45 ബസ് പോയി. കിച്ചൂട്ടൻ്റെ കാലിൽ ഞാൻ പറഞ്ഞില്ലേ വീണിട്ട് വലിയ രീതിയിൽ മുറിയായിട്ടുണ്ട് വട്ടത്തിൽ. അപ്പോൾ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. സ്കൂൾ ബസ്സൊന്ന് കയറി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിലേക്ക് കയറേണ്ട അവസ്ഥയാണ്. പോയിക്കോട്ടേലേ ഇവിടെ ഇരുത്തിയിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ അങ്ങോട്ട് ഓടിക്കളിക്കില്ല. ഇന്നലെ കുട്ടികളോട് കളിച്ചതല്ല, കുഴപ്പമില്ല. അതാ പൂത്താങ്കിരി. കാക്ക കുളിച്ചാലേ കാക്കപ്പുള്ളി ഉണ്ടാവും എന്ന് പറയും. ഈ പൂത്താങ്കിരി കുളിക്കണ കണ്ടു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പൂത്താങ്കിരി കുളിക്കാൻ കാണാനുണ്ടോ? പൂത്താങ്കിരി കുളിക്കലുണ്ടോ? പിന്നെ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഈ ടാർപ്പായത്തെ വെള്ളം ഫുള്ളും ഇവിടെ താഴേക്ക് പോയില്ലേ. നമ്മുടെ 2-3 വീഡിയോസിൽ തന്നെ ഉണ്ട് അത്, അവർ കുളിക്കുന്നത്. അപ്പോൾ കാക്ക കുളിക്കുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ പറയും, അങ്ങോട്ട് നോക്കണ്ട കാക്കപ്പുള്ളി ഉണ്ടാവുള്ളൂ പറയും. അതും കൊണ്ടാണ് വരുന്നത്, വെറുതെ വരികയല്ലേ. പണ്ടത്തെ ഓരോരോ അന്ധവിശ്വാസങ്ങളിലേ. അന്ധവിശ്വാസങ്ങളൊന്നുമില്ല, കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു തമാശക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കും. അതേപോലെ വിശ്വാസം നല്ലത് ഓരോരുത്തർ പറഞ്ഞ് വിശ്വാസമായി പോയതാണ്. നമ്മുടെ വേഗം കുളി കഴിഞ്ഞ് വെച്ചാൽ അപ്പ പറയും, എൻ്റെ അച്ഛൻ പറയും, കാക്കക്കുളി കുളിച്ചിട്ട് വന്നൊക്കെയല്ലേ ചോദിക്കും. അത്രയേ ഉള്ളൂ കാക്കയുടെ കുളി തന്നെ. കാക്ക വെള്ളത്തിൽ കിടന്ന് ഒറ്റ പടച്ചിൽ തന്നെയല്ലേ ഉള്ളൂ. തേച്ചൊരച്ച് കുളിക്കൽ കണ്ടിട്ടുണ്ടോ കാക്ക? അത് കിളികളൊക്കെ തേച്ചൊരച്ചിട്ടാ കുളിക്കല്. അപ്പം അതന്നെ പറഞ്ഞ കാക്കക്കുളി പരതൈനാണ്. കിച്ചിട്ടാ പൊക്കോണ്ണി. വെറുതെ ഇവിടെ 100 കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ വെറുതെ എന്തിനാ? ഇനിയിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാസം എത്രാം തീയതി, 20-ാം തീയതി 22-ാം തീയതി ഒക്കെ ആയിട്ട് സ്കൂൾ പൂട്ടും. പരീക്ഷ വരെ പ്രാവശ്യം നേരത്തെ അല്ലേ കേട്ടോ. ഓണപ്പരീക്ഷ ഇപ്പോൾ തുടങ്ങും. ക്ലാസ്സുകളുണ്ട്. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എത്രാമത്തെ നിലയിലെ ക്ലാസ്? 2ാമത്തെ അല്ലേ? 5-10 സ്റ്റെപ്പ് കയറാറുണ്ട്. അതിനേക്കാൾ സ്റ്റെപ്പ് ഇത് കൂടെ നീ പോകണ്ട്. പിന്നെന്താ? ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. ഈ മെല്ലെ കയറിയാൽ മതി, തിരക്കൊന്നും കൂട്ടണ്ടതിനെ. വെറുതെ കയറി ഇറങ്ങല്ലോ. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഇറങ്ങണ്ടോ. ചെറിയ കാര്യങ്ങൾക്കൊന്നും കിച്ചിട്ടാ വീഴും. കുട്ടികളായാൽ വീഴണം, പൊട്ടണം. ഇങ്ങനെയൊക്കെ വേണ്ട. അങ്ങനെയൊക്കെ തന്നെ എല്ലാവരും. അച്ഛയൊക്കെ വീണതിന് കയ്യും കണക്കില്ല. അമ്മയുടെ മുട്ടിൻ്റെ അവിടെയൊക്കെ നോക്കിയേക്കാ വീണിട്ട് മുറിയായിട്ട് എത്രയെന്നറിയോ. ഓടുക വീഴുക. കുട്ടിക്കാലം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നീ കളിക്കുന്ന കളിയൊന്നല്ല. ഇപ്പൊ ഈ കളിയൊക്കെ കമ്മിയാ. നമുക്കൊന്നും കളിക്കാനുള്ള അവസരങ്ങളില്ലേ. നമ്മളൊക്കെ കളിച്ചതിന്റെ കളി പറഞ്ഞാൽ പെടുത്തമുട്ട കളികളാണ്. കളി സ്ഥലത്ത് പോകുന്നില്ല. നല്ല അടിയും കിട്ടിയിരുന്നില്ല അങ്ങനെ. ഇപ്പൊ കളിക്കാൻ പോയിട്ട് ഇപ്പൊ ഒന്ന് വീണ് പോയിട്ട് അതിൽ പിടിച്ച് ഊഞ്ഞാലാടാണ്ട് പുറപ്പെട്ട് പോവാൻ നോക്കും. മടിയൊന്നും തോന്നാൻ പാടില്ല കിച്ചു. നല്ല കൂട്ടിയിട്ട് പോ. എനിക്ക് പഠിച്ച് വലുതായിട്ട് വേണ്ടേ നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട് മാറാൻ. അപ്പൊ ചെറിയ വേദനകളൊക്കെ വരുമ്പോ കരയാൻ നിൽക്കുക, കഷ്ടം. ഇതൊക്കെ ഒരു വേദനയാണടാ. ചെറിയൊരു മുറി വെച്ചപ്പോഴേക്ക് ഇന്റെ ഗുഡ് ബോയ് അല്ലടാ ഇല്ലേട്ടാ. മടി പിടിച്ചാ പിന്നെ മടി പിടിച്ചിട്ടേ ഇരിക്കും. കിച്ചുട്ടോ അവൻ പോയി, അവൻ പുറപ്പെട്ടു. രണ്ടാമത് അവനൊക്കെ കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാണ് കുട്ടികൾ. പിന്നെന്താ പെട്ടെന്നൊന്ന് കുറച്ച് സങ്കടം വരുന്നേല്ലോ. കരഞ്ഞിട്ട പോയി. അതൊക്കെ പോകും, ശരിയായിട്ട് വന്നു. പോണ്ടാന്ന് പറഞ്ഞവിടെ പിടിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഇവിടെ പൊതുങ്ങിയിരിക്കും. ഇതിനെക്കാട്ടും കളിയിൽ ഇവിടെ കളിക്കുക. അമ്മുവിൻ്റെ യൂണിഫോമൊക്കെ എന്താ ഇസ്തിരി ഇട്ട് വെച്ചേക്കണു. നമ്മുടെ അമ്മയെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പിന്നോട്ടാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പിന്നോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ മടിയാണേ. എന്തോരം മടി വെച്ചിട്ടാ. എന്തുണ്ടെങ്കിലും അവൾക്കില്ലേ കഴിക്കപ്പം മടിയായിരുന്നു. ആദ്യത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു BTSലുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഞാൻ തന്നെ അത് കാണിക്കുമ്പോഴാണ് കേട്ടോ. എന്താ BTS സ്കൂളാ? എന്തോ ഒരു BTS പറഞ്ഞിട്ട് കുറേ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉള്ളതുണ്ടല്ലോ. എന്തുണ്ടല്ലോ, എന്താ സംഭവം? അതൊരു കളി പോലത്തെ ഒരു സംഭവമാണ്. എന്താ അമ്മൂട്ടി BTS? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അമ്മു അവൾക്ക് ഇത് കാണിച്ചു തന്നു. എന്താണെന്നറിയോ, അവരുടെയൊക്കെ ഫോട്ടോസ് കാണിച്ചു തന്നു. എന്നിട്ട് അവൾക്ക് അറിയാം ഇവരുടെയൊക്കെ പേരുകൾ, നമുക്കറിയില്ല. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കും കേട്ടോ. എണ്ണ ഒഴിക്കാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ സാധാ ചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ അത് കൊടുത്തു മാത്രം. അതിൽ ഓരോരുത്തർ തടിയില്ലാണ്ടല്ലേ ഈ അമ്മ തടി 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 പറയും. ഓ കൊറിയക്കാരായിരിക്കും. ആ അതന്നെ അങ്ങനെ പറ. അമ്മോ ഇന്ത്യയുടെ ഭൂപടം പോലെ ഏറെക്കുറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറെക്കുറൊക്കെ കിട്ടിയറിയാം. ഇത് പാലക്കാട്, ഇത് കണ്ണൂര് പാട്ട് പാടണവരുടെ അല്ലേ ഇത്? ആ അമ്മ അതാണ് പറയുക. അവര് എന്നിട്ട് അവള് എന്താ ആ പാട്ട് കേൾക്കില്ലേ? അവര് കണ്ടോ തടിയില്ലല്ലോ, തീരെ തടിയില്ലല്ലോ ആ കുട്ടികള്. പിന്നെ വയറും പൊന്തി ചടിയിരുന്നല്ലേ ഒക്കെ ഏർക്കിള് പോലെ ചെറിയ ചെറിയ. ആ അതുപോലെ എത്ര പാടുള്ളൂ. അവര് ചെറുതായിട്ടല്ല, നല്ല അവരെ പോലെ ആവാനാണ് അമ്മൂന് ഇഷ്ടം. അമ്മൂട്ടിയല്ലേ പറഞ്ഞത് തടി വെക്കുമ്പോ എൻ്റെ ഇവിടെ ഒന്നും തടി പാടില്ല, എനിക്ക് തീരെ തടി പാടില്ല, എനിക്ക് തടിയില്ലാതെയാണ് എനിക്കിഷ്ടം. കണ്ടോ തടി ഇഷ്ടമല്ല. അല്ലല്ല കേട്ടോ, അമ്മുട്ടി ചെറുതാവണ കുട്ടി ഒരു 2 വയസ്സ് വരെയൊക്കെ അമ്മു അത്യാവശ്യം തടി ഉണ്ടായിരുന്നു ചേട്ടാ. ഉരുണ്ടും കൊണ്ടായിരുന്നു. 2 വയസ്സൊക്കെ കഴിഞ്ഞ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മുതൽ പിന്നെ അമ്മുട്ടി ചെലിക്കനായി. ഇതാരതിൻ്റെ ഉള്ളിൽ മത്തൻ്റെ ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. മത്തൻ്റെ ഇല നോക്ക്, ആരോ മറന്നക്കാണ്. ചോറ് വേണോ സുകന്യെ? കുറച്ച് തൈര് കൂട്ടിയിട്ട്, കുറച്ച് മുളക് കൂട്ടിയിട്ട്, കുറച്ച്. അതെന്താണ് വേണ്ടാത്ത? എന്താ എന്നെങ്കിൽ ഇനി ഇന്ന് മുതൽ നിരാഹാരം കഴിച്ചോട്ടോ. നിരാഹാരം കടന്നു. എന്താ പിന്നെ തീറ്റ? നീ രാവിലെ എന്താ തീറ്റ? ഉച്ചക്കോ? എന്താ അമ്മോ അമ്മോ അച്ചാറ് വേണോ ചോദിക്കാനാണ്. അമ്മുക്കുട്ടി നിനക്ക് വേണ്ടല്ലോ, ഈ കഴിക്കില്ലല്ലോ, കടലയും കഴിക്കില്ലല്ലോ. ഒന്നും കഴിക്കില്ല. എന്താടാ അച്ഛൻ പട ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്തേ അച്ഛനെ വിളിക്കണോ? വിളിക്കണോ? എന്താ നീ അവിടെ നല്ല ഡ്രസ് സതിയേട്ടനെ വിളിക്കണോ? ഇവിടെ ഉണ്ട്, ഉള്ളിലുണ്ടേ. ഫോൺ വിളിക്കേ. അജി വന്നേക്കണോ? കഴിക്കാതെ പോകണ്ട. ഈ ചട്ടുകം പറഞ്ഞാലും കേൾക്കില്ല. ചട്ടുകം ഞാനില്ലേ ഇതിട്ടിട്ടില്ല കേട്ടോ. ഞാൻ അച്ചാറ് മുട്ട അച്ചാറും വെച്ചിട്ടുണ്ട്. ഇതിലൊരു അച്ചൂട്ടി ചിലപ്പോഴേ മുട്ട കഴിക്കുള്ളൂ. ഇത് കണ്ണൂരുകാരില്ലേ ഈ ചോറും എന്താ കടലയും പാടിട്ടിട്ടൊരു ചോറുണ്ടാക്കത്രേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി വെക്കണം അല്ലേ? അതറിയണവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുന്ന കണ്ണൂരത്തെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ബിരിയാണി ചോറ് പോലെ കണ്ണൂരത്തെ പൊന്നാ
4 വായ വേഗം 4 വായി കഴിക്കാൻ 4 വായ ഈ കോലം കണ്ടു നോക്ക്. അപ്പൊ എന്താണ് 4 ദിവസം ലീവ് കിട്ടി ഞങ്ങൾക്ക് ഇങ്ങനെ മടിയാണേ. പിന്നെ എന്താ ചെയ്യണ്? മതിയില്ല അച്ചുട്ടി ഇല്ല കുട്ടി നിനക്ക് ഇതില്ലേ അമ്മമാരുള്ളതും കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പിന്നാലെ നടന്നിട്ട് തിന്നോ പറയണത്. ആ എന്താ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞല്ലേ അപ്പൊ അറിയാം ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമ്പോ ആരുണ്ടാവുക എന്നുള്ളത്. അതാ ഒരു വായം കൂടി ഈ ഒരു വായം കൂടി വെച്ചാൽ മതി. എന്താണ് 2 ദിവസം ഗവൺമെന്റിനോട് പറയണം പറഞ്ഞാൽ 2 ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം കഴിക്കുമ്പോൾ എല്ലാം കഴിച്ചാൽ മതി. ഗവൺമെന്റിനെ കാണുമ്പോൾ പറയാൻ ഗവൺമെന്റിനെ കാണുമ്പോൾ പറയണം എന്താ മടിയുള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെയാണെന്നറിയോ ദിവസം ക്ലാസ് എടുത്തിട്ട് മടിയില്ലാത്ത കുട്ടികളെ മാത്രം ലീവ് കൊടുത്താൽ മതി അല്ലേ? ഇവിടെ ഒന്നും ആയിട്ടില്ല ഉണ്ണി. ഇവിടെ ഈ സൈഡിലായിട്ടില്ല ഉണ്ണി. പിന്നെ മുറിയായ വേദനിക്കാതിരിക്കും. അവിടെയും കൂടി തേക്കുണ്ണി. ഞാൻ തേച്ച് തരട്ടെന്നാ. സ്കൂളിലേക്ക് വിടുന്നതിന്റെ കലിപ്പിടാ. എന്താ കലിപ്പ് കിട്ടേണ്ടതേ? എന്താ എൻ്റെ കിച്ചുവിൻ്റെ മുഖം ഇങ്ങനെ? എന്താ കിച്ചുട്ടാ മുഖമായത് കൊണ്ടോ ഇങ്ങനെയാണ് മുഖം? നിന്റെ മുഖം എൻ്റെ മുഖം പോലെ എത്ര? അപ്പം ഞാൻ എപ്പോഴും ചിരിച്ചിട്ടല്ലേ സംസാരിക്കുക. നീ എന്താ കലിപ്പ് വേഷം കേട്ടണ്? നോക്കിയൊക്കെ ഒരേ കണ്ണ്, ഒരേ മൂക്ക്, ഒരേ ചുണ്ട്, ഒരേ കവിള്. ഇത് കൊണ്ടേക്കോ കയ്യിട്ട് പോ. പോയി കഴിഞ്ഞാൽ പിന്നെ മിറ്റടി ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ തുടയ്ക്കൽ മീൻ വാങ്ങിയിട്ടുണ്ടായിട്ട് മീൻ വറുക്കണം. ഇപ്പോഴത്തെ മത്തി നല്ല ടേസ്റ്റുള്ള മത്തി കേട്ടോ. മത്തി ഇതൊക്കെ നത്തലുണ്ടായിരുന്നില്ല. നെത്തലുണ്ടായിരുന്നു. ഞാൻ നെത്തൽ വാങ്ങിയില്ല. അത് നേരാക്കിക്കൊണ്ടിരിക്കാൻ ആർക്കും നേരില്ല. അപ്പോൾ ഈ നമുക്കിന്ന് വെണ്ടയ്ക്കപ്പുളി ഉണ്ടാക്കണം. പിന്നെ മത്തി വറുക്കും ചെയ്യണം. ഇപ്പോൾ കുട്ടികളില്ലാട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കാരണം എനിക്കില്ലേ ഇതും കൂടെ തുടയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് തുടയ്ക്കാൻ. ചിലർക്ക് അമ്മ പറയും ഇങ്ങനെ ഇട്ടിട്ട് തുടയ്ക്കുക. അമ്മൂട്ടി നേരെ തുടക്കിലേട്ടാ. അമ്മൂട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വേഗം ചെയ്യും. നല്ല അമ്മൂടെ നമ്മൾ ബ്ലൗസ് അടിക്കാൻ കൊണ്ടുപോയിട്ടാ. ബ്ലൗസ് അടിക്കാൻ കൊണ്ടുപോയപ്പോൾ ഈ കുട്ടി ബ്ലൗസ് ഇട്ടാൽ എന്താവും? അവൾക്ക് സാരി ഉടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പോൾ അവളുടെ സാരി ഉടുക്കുന്ന ആഗ്രഹം നമ്മളായിട്ട് ഇങ്ങനെ വെറുതെ കളയുന്നതിൽ പിന്നെ എന്തൊക്കെ ഇങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങുന്നത്. എങ്ങനെയുള്ള സാധനം? അപ്പോ മാട്ടി ചൂട്ടി പൂട്ടിയൊക്കെ വേണോ? എന്തൊക്കെയൊന്നും അറിയില്ല. ഞങ്ങൾക്ക് എൻ്റെ ഭാഷ അറിയില്ല. എനിക്ക് എങ്ങനെ അറിയില്ല? കണ്ടോ? ഓണത്തിന് ഇടാനുള്ളതാണ് കേട്ടോ അത്. തേരോ എന്താ? ഇതെന്താ തേര്? ലക്ഷ്മി എന്താ മയില്. മയിലിതാ എന്താ നമുക്ക് ചതുരത്തിലൊരു സാധനം. പിന്നെ ഇതാ ഇതിൻ്റെ അടിയിൽ എന്താ ഇങ്ങനെ മുത്തുകൾ എന്താ ശരിവള. രണ്ടും കണ്ടിട്ട് കയ്യിലേ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇടാനുള്ള ഗോൾഡൻ കളറുള്ള വള കിട്ടിയില്ല കേട്ടോ. ഒരു പ്ലെയിൻ ഗോൾഡൻ കളറുള്ള വളല്ലേ, ആ വള കിട്ടിയില്ല. അപ്പം അത് കൂടി ഇട്ടിട്ട് നമുക്ക് കയ്യിൽ ഇടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതും ഇത് രണ്ടും വാങ്ങി. നമുക്ക് എന്താ ഞങ്ങൾ നാളെ ഒരു ദിവസം
നമ്മൾ ഈശയ്ക്ക് പോയില്ല. ഈശയ്ക്ക് പോയ സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നേ കുറേ റോഡ് സൈഡിൽ കൂടെ കുപ്പിവളകൾ വെക്കാൻ വെച്ചിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാലേ. ഇതെങ്ങനെയുണ്ട് അഭിപ്രായം? ഇതിന്റെ വേറൊരു കളറാണ് കേട്ടോ അമ്മ കൊടുത്തിരുന്നത്, വെള്ള. ഇതല്ല ഡിസൈന്, സാധാ ജിമിക്ക്. പക്ഷെ ഞാൻ അമ്മൂനോട് പറഞ്ഞു ഇങ്ങനെ മാറ്റി മാറി ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഏത് സാരിക്ക് എടുക്കുമ്പോഴും പറ്റുമല്ലോ. അതിൽ ഏതെങ്കിലും കറുപ്പ് കളർ ഉണ്ടെങ്കിൽ. പിന്നെ വേറെ രണ്ട് സാധനം കൂടി വാങ്ങിയേ, ബ്ലൗസ്. ഇതെന്താ കയ്യില്ലാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. അതിനെ കയ്യില്ലാത്തെന്ന് പറഞ്ഞാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതിന് കയ്യുണ്ട് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൈ മാത്രം പിടിപ്പിക്കുള്ളൂ അല്ലേ? കൈ മാത്രം, രണ്ട് കൈ. ആദ്യം കയ്യിലാണല്ലോ വന്നു പറഞ്ഞപ്പോൾ റെഡിമെയ്ഡിൽ. ഇപ്പോൾ കയ്യില്ലാത്ത. അപ്പോൾ ഇത് കണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങുകയാണ് നല്ലത് തോന്നുന്നുണ്ട്. നമുക്ക് ഇതും കൂടി ഒരു ബിസിനസ് വാങ്ങാല്ലേ. അതാ നായ നോക്ക് കവറോട്. ഇനി ആരെങ്കിലും പുറത്തു കൊണ്ടിടും. നമുക്ക് ബ്ലാക്ക് ആകുമ്പോൾ ഒട്ടുമിക്ക സാരികൾക്കും ഇടാലോ, അത് വിചാരിച്ചിട്ടാണ്. വർക്ക് എങ്ങനെയുണ്ട്? ഇത് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് മുടിയില്ലാത്തവർക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതെന്നറിയോ, ബേക്ക് വശം നല്ല ഇറങ്ങി കിടക്കുകയാണ് പറഞ്ഞു വെച്ചാൽ അതൊരു എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. അതാണ് കേട്ടോ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്ര വരെയൊക്കെ കഴുത്ത് വരും. ഇത്ര വരെ, ചിലപ്പോൾ ഇത്ര വരെ കഴുത്ത് വരും. അത് പിന്നെ ഓരോരുത്തർക്ക് ഇപ്പോഴൊക്കെ എല്ലാവരും കഴുത്ത് കുറച്ച് ഇറക്കണ്ടാവുമല്ലോ. അപ്പം പിന്നെ എന്താണെന്ന് പറയുക, സാരി കൊടുക്കുമ്പോൾ മുടി ഒന്ന് കുറച്ച് വിടർത്തിയിടണം. നമ്മുടെ സെറ്റ് സാരി കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റെഡ് ഞാൻ ചോദിച്ചു, പക്ഷെ അത് അവിടെ ഇല്ലാലേ. ഇതേ സെയിം ഡിസൈൻ ജാക്കറ്റ് കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്താ ഇതിനത് കൈ വയ്ക്കില്ലേ കൊണ്ട്. കഴിച്ചോ? കഴിക്കുന്ന കഴിച്ച് നോക്കാം. ഒരു മരിപ്പുണ്ട് കേട്ടോ. മരിപ്പിന് പോകണം. നമ്മൾ വിശേഷം നിർത്താൻ നാളെ.